ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമുക്കിന്ന് അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളൊന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ള നാമം അൽ ഖാബിലും അൽ ബാസിത്തുമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം കുടുസാക്കുന്നവനും നിഷേധിക്കുന്നവനും എന്നാണ് അൽ ഖാബിൽ എന്ന നാമം അർത്ഥമാക്കുന്നത്. താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുന്നവൻ എന്നാണ് അൽ ബാസിത്ത്. ഖാബിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചു വെക്കുന്നവന്, പിന്നെ ബാസിത്ത് എന്ന് പറയുമ്പോൾ വിശാലമായി നൽകുന്ന ആള്. അതാണ് രണ്ടും അള്ളാഹുവിന്റെ നാമം തന്നെ അല്ലെ. സുബ്ഹാനല്ലാഹ്. പിന്നെ അൽ ഹലീമി റഹ്മുള്ള പറയുന്നത് തന്റെ ഔദാര്യം ദാസന്മാർക്ക് വിശാലമാക്കുന്നവൻ എന്നാണ് അൽ ബാസിത്ത് അർത്ഥമാക്കുന്നത്. അവൻ ഉപജീവനമേകുകയും വിശാലമാക്കുകയും ഔദാര്യമേകുകയും പ്രാമുഖ്യമേകുകയും സ്വാധീനമേകുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ആവശ്യമാകുന്നതിനേക്കാൾ കൂടുതൽ നൽകുന്നു. താൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് തന്റെ നന്മയും പുണ്യവും ചുരുക്കുകയും കുടസാക്കുകയും അല്ലെങ്കിൽ തടയുകയും ദരിദ്രനാക്കുകയും ചെയ്യുന്നവനാണ് അൽ ഖാബിൽ. രണ്ടും ഒരുമിച്ചാ പറയുന്നത്. വെറും ഒന്ന് മാത്രം പറയുമ്പോൾ അത് ശരിയാവില്ല അല്ലെ. അതുപോലെ ഷെയ്ഖ് നാസിറുദ്ദീൻ സാദി റഹ്മുള്ള അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? തന്റെ ഹിക്മത്തിന്റെയും റഹ്മത്തിന്റെയും തുടർച്ചയായി റിസ്ഖുകളെയും റൂഹുകളെയും പിടിക്കുകയും റിസ്ഖുകളെയും ഹൃദയങ്ങളെയും വിശാലമാക്കുകയും ചെയ്യുന്നവനാണ് അൽ ഖാബിലും ബാസിത്തുമായവൻ. അള്ളാന്റെ ഹിക്മത്തിന്റെയും റഹ്മത്തിന്റെയും തുടർച്ചയായി റിസ്ഖുകളെയും റൂഹുകളെയും പിടിക്കുകയും റിസ്ഖുകളെയും ഹൃദയങ്ങളെയും വിശാലമാക്കുകയും ചെയ്യുന്നവനാണ് അൽ ഖാബിൽ അൽ ബാസിത്ത്. പിടിച്ചു വെക്കുന്നു, വിശാലമാക്കി കൊടുക്കുന്നു. ഒരു ഹദീസിൽ ഇത് രണ്ടും കൂടി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെ വില കൂടി. അപ്പൊ അവര് പറഞ്ഞ്, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ വില നിശ്ചയിച്ചാലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ്, നിശ്ചയം അള്ളാഹു അവനാണ് അൽ ഖാബിലും അൽ ബാസിത്തും അർ റാസിഖും അൽ മുസഇറുമായ സൃഷ്ടാവ്. നിശ്ചയം ഒരാളും രക്തത്തിന്റെയോ സമ്പത്തിന്റെയോ വിഷയത്തിൽ ഞാൻ അയാളോട് ചെയ്ത ഒരു അന്യായത്തിന്റെ പേരിൽ എന്നെ അന്വേഷിക്കാത്ത നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം അള്ളാഹു ആണ് എന്താക്കുന്നത്? ഇത് പിന്നെ ഈ കാര്യങ്ങളുടെ തീരുമാനം, വില കൂടുന്നതും കുറയുന്നതും എല്ലാം റഹ്മാനായ റബ്ബിന്റെ അൽ ഖാബിലും അൽ ബാസിത്തുമായ അർ റാസിഖായ അൽ മുസഇറായ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് അത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ഇതാക്കിയിട്ട് അതിന്റെ പേരിൽ അല്ലെ എന്റെ പിന്നെ ഞാൻ അയാളോട് അന്യായം ചെയ്തു എന്നുള്ള നിലക്ക് ഒരാളും എന്നെ അന്വേഷിക്കാത്ത നിലയിൽ റബ്ബിനെ കണ്ടുമുട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പം നമുക്ക് ഉപജീവനം അത് വിശാലമാക്കി തരുന്നതും അത് കുടുസാക്കുന്നതും എല്ലാം ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അല്ലെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ റഅദിൽ, അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അവന് അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലർക്ക് ഉപജീവനം വിശാലമാക്കുകയും മറ്റു ചിലർക്ക് അത് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. സൂറത്തുൽ ഇസ്രായിലും ഏകദേശം സെയിം ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇന്ന റബ്ബക യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അതുപോലെ സൂറത്തു സബയിലും വന്നിട്ടുണ്ട്, ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. എന്നാല് അള്ളാഹു തീർച്ചയായും റബ്ബ് നിന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവന മാർഗം വിശാലമാക്കി കൊടുക്കുന്നു, ചിലർക്കത് ഇടുങ്ങിയതാക്കുന്നു. ആർക്കും ഉപജീവനം കൊടുക്കാതിരിക്കൂല അല്ലെ. അത് ചിലർക്ക് വിശാലമായിട്ടുണ്ടാകും, ചിലർക്ക് അത് കുറച്ച് കണക്കാക്കിയിട്ടായിരിക്കും കൊടുക്കാം. പിന്നെ
ശരിക്കും അതും എന്താന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഹിക്മത്ത് പ്രകാരമാണ് അത് നടക്കുന്നത്. അള്ളാഹുവിന്റെ ഹിക്മത്തിനാൽ അവൻ കാണുന്ന നന്മ കൊണ്ട് മാത്രമാണ് അവൻ അടിയാറുകളുടെ ഉപജീവനം എടുക്കുന്നതും അവർക്കത് തടയുന്നതും. സൂറത്തു ഷൂറയിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർളി വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ. അള്ളാഹു തന്റെ ദാസന്മാർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുത്തിരുന്നെങ്കിൽ ഭൂമിയിൽ അവർ അതിക്രമം പ്രവർത്തിക്കുമായിരുന്നു. പക്ഷെ അവൻ ഒരു കണക്കനുസരിച്ച് താൻ ഉദ്ദേശിക്കുന്നത് ഇറക്കി കൊടുക്കുന്നു. തീർച്ചയായും അവൻ തന്റെ ദാസന്മാരെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനും കണ്ടറിയുന്നവനുമാകുന്നു. അള്ളാഹു പിന്നെ തന്റെ അടിമകൾക്ക് ഉപജീവനം വിശാലമാക്കി കൊടുത്തിരുന്നെങ്കിൽ ഭൂമിയിൽ അവർ അതിക്രമം പ്രവർത്തിക്കുമായിരുന്നു എന്നാ പറയുന്നത്. അപ്പോ അള്ളാഹു അത് യുക്തിമത്തായ രീതിയിലാണ് ഓരോരുത്തർക്കും അള്ളാഹു കൊടുക്കുന്നത്. അല്ലെ, കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം തന്നെയാണ്. ചില ഹിക്മത്തുകൾ അതിലുള്ളിലുണ്ട്. ചിലർക്ക് അള്ളാഹു തആല കൊടുത്തിട്ട് പരീക്ഷിക്കും, ചിലർക്ക് കൊടുക്കാണ്ട് പരീക്ഷിക്കും. എല്ലാം എന്താണ്, എല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ്. അല്ലെ, ഈ ഭൂമിയിലുള്ള എന്ത് കാര്യവും എന്താണ്, ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലുള്ള പരീക്ഷണങ്ങൾ മാത്രമാണ്. പരലോകത്തേക്കുള്ള നമ്മുടെ മുന്നൊരുക്കങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള ഒരു പരീക്ഷണം. അല്ല, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുക എന്ന് പരീക്ഷിച്ചറിയുന്നതിനാണ് അല്ലാഹു തആല ഈ ഭൂമിയിൽ അല്ലെ മരണവും ജീവിതവും ഒക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അയ്യോ എനിക്ക് കുറച്ചല്ലേ ഉള്ളൂ, അവർക്കൊക്കെ എന്താ സുഖം എന്നൊന്നും ആരും എന്താക്കണ്ട, വിചാരിക്കണ്ട. അല്ലെ, നമുക്ക് ഓരോന്ന് കിട്ടുന്നത് അത് അള്ളാഹിന്റെ കണക്ക് പ്രകാരമാണ്. അള്ളാഹ് ഖദറാക്കിയത് നമുക്ക് കിട്ടും, കണക്കാക്കിയത് എന്തായാലും കിട്ടും, അത് കിട്ടാതിരിക്കുകയും ചെയ്യില്ല. അല്ലെ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. ഇതൊക്കെ നമ്മളെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും നമ്മൾ എന്താക്കണ്ട, ഒരിക്കലും സങ്കടപ്പെടാനും പോണ്ട, കൂടുതലായിട്ട് അമിതമായിട്ട് സന്തോഷിക്കാനും പോണ്ട. ഞാൻ ഭയങ്കര സുഖത്തിലാണല്ലോ, എനിക്ക് എന്താ സൗകര്യങ്ങളില്ലേ, എനിക്ക് എന്താ ഒരു കുറവുള്ള, ഇവിടെ ഒരു കുറവും ഇല്ല, എന്തിനും ആള് അല്ലെ എല്ലാത്തിനും എന്നുള്ള രീതിയിലുള്ള ഒരു അഹങ്കാരത്തിനും നമ്മൾ ഇടകൊടുക്കണ്ട. അയ്യോ എനിക്ക് അവരത്രയൊന്നും ഇല്ലല്ലോ, എനിക്ക് എപ്പോഴും കഷ്ടപ്പാടാണല്ലോ, ഈ വീട്ടിലെ ദുരിതം തീരുന്നില്ലല്ലോ, എന്റെ പ്രയാസങ്ങൾ മാറുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കാനും പോണ്ട. അല്ലെ, നമ്മൾ എത്രത്തോളം പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയമാകുന്നു അത്രത്തോളം നമ്മൾ എന്താ ചെയ്യുന്നത്, ശരിക്കും നമ്മൾക്ക് സംഭവിക്കുന്നത് എന്താണ്, നമ്മളെ റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുകയാണ്. അല്ലെ, ശരിക്കും അത് ചിന്തിക്കുന്നുണ്ട് ഓരോരുത്തരും. നമ്മൾ എന്ത് വിഷമങ്ങൾ, ഒരു വിശ്വാസിയായ ഒരു മനുഷ്യന് എന്തെങ്കിലും രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്നത് എന്താന്ന്, അയാൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുകയെ ചെയ്യുന്നത്. അല്ലെ, അല്ലാതെ വിശ്വാസി ഒരിക്കലും പരീക്ഷണങ്ങൾ വരുമ്പോൾ റബ്ബിൽ നിന്ന് ഒരിക്കലും അകന്നു പോവുകയേ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഓരോരുത്തരും എന്താക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഓർത്താൽ മതി. ദിവസേന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർത്താൽ തന്നെ ഒരിക്കലും നമുക്ക് വിഷമം തോന്നൂല. അല്ലേ, അപ്പൊ അതുകൊണ്ട് പിന്നെ ധാരാളമായിട്ട് റഹ്മാനായ റബ്ബിനെ നമ്മൾ ഓർമ്മിക്കുക. ഓരോ സന്ദർഭങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഓർത്തിട്ട് അള്ളാഹുവിന് ശുക്റുള്ള നല്ല അടിമകളായി തീരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കണം. റിസ്ക് വിശാലമായി കിട്ടാനൊക്കെ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടാ. അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന്, അള്ളാഹു താല തന്നതിൽ നമുക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. പിന്നെ ആ ഉള്ളത് നമുക്ക് തൃപ്തിയോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയാനും മുന്നോട്ട് നല്ല അള്ളാഹിനെ തൃപ്തിപ്പെട്ട് പിന്നെ മുന്നോട്ട് പോകാനും എല്ലാം ഉള്ള ഒരു തൗഫീക്കിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും റഹ്മാനായ റബ്ബിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ രണ്ട് നാമങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പിന്നെ
ദുആ വരുന്നുണ്ട്, അതൊന്ന് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുള്ളതായിട്ട് അബ്ദുല്ലാഹ് സുറത്തി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നു, അല്ലാഹുമ്മ ലാ ഖാബില ലിമാ ബസ്ത വലാ ബാസിത ലിമാ ഖബൽത വലാ ഹാദിയ ലിമാ അദ്ലൽത വലാ മുളില്ല ലിമൻ ഹദൈത വലാ മുഅതിയ ലിമാ മനഅത വലാ മാനിയ ലിമാ അതൈത വലാ മുഖറബ ലിമാ ബഅദത വലാ മുബാഇദ ലിമാ ഖറബ്ത വഅഊദു ബിക മിൻ ശർരി മാ അതൈതന വശർരി മാ മനഅത മിന്ന. ഈ ഒരു ദുആ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുള്ളതായിട്ട് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. ഇല്ല ഇല്ല ഇല്ല, അത് ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞതാ. അപ്പോ പിന്നെ ഈ ഒരു ദുആ ഇത് നല്ല അർത്ഥമാണ് കേട്ടോ. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുമ്മ ലാ ഖാബില ലിമാ ബസത്ത. പിന്നെ അർത്ഥം പറഞ്ഞാലും മതി, അത് ദുആ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാഹുവേ, നീ വിശാലമാക്കിയത് കുടുസാക്കുന്ന യാതൊരാളും ഇല്ല. ലാ ഖാബില ലിമാ ബസത്ത, നീ നമുക്ക് വിശാലമാക്കി തന്നതിനെ കുടുസാക്കാൻ ഒരാളും ഇല്ല, ഒരാൾക്കും കഴിയൂല. വലാ ബാസിത ലിമാ ഖബൽത, നീ തടയുകയും കുടുസാക്കുകയും ചെയ്തത് വിശാലമാക്കി തരുന്ന യാതൊരാളും ഇല്ല. അള്ളാഹ് അത് നമ്മളെപ്പോഴും പറയുന്നത് തന്നെ അല്ലെ. വലാ ഹാദിയ ലിമാ അദ്ലൽത, നീ വഴികേടിയാക്കിയവന് ഹിദായത്ത് കേൾക്കാൻ ഒരാളും ഇല്ല, യാതൊരാളും ഇല്ല. അതുപോലെ തന്നെ വലാ മുളില്ല ലിമൻ ഹദീത്, നീ ഹിദായത്ത് നൽകിയവനെ വഴികേടിലാക്കുന്ന യാതൊരാളും ഇല്ല. വലാ മുഅതിയ ലിമാ മനഅത, നീ തടഞ്ഞത് നൽകുന്ന യാതൊരാളുമില്ല. വലാ മാനിഅ ലിമാ അതൈത, നീ നൽകിയതിനെ തടയുന്നത് ഒരാളുമില്ല. നീ തടഞ്ഞത് നൽകാനും ഒരാൾക്കും കഴിയൂല, നീ നൽകിയത് തടയാനും ഒരാൾക്കും കഴിയൂല. ഇതൊക്കെ എല്ലാ റബ്ബിന്റെ തീരുമാനപ്രകാരമാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ചാൽ മതി അല്ലെ. നമുക്ക് കുറെ തരുന്നതും റബ്ബാണ്, നമ്മിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്നതും ഒക്കെ റബ്ബിന്റെ തീരുമാനപ്രകാരമാണ്. അങ്ങനെ വിചാരിക്കുമ്പോ ഇല്ലേ, നമ്മൾക്ക് ഒന്നിനും ടെൻഷൻ ഉണ്ടാവൂല. അയ്യോ അത് അങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഇതിങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുന്നു വേണ്ട. എല്ലാം അൽഹംദുലില്ലാ അത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് വിചാരിച്ചിട്ട് ആശ്വസിക്കാം. പിന്നെന്താ പറഞ്ഞത്? വലാ മുഖറബ ലിമാ ബഅദത, നീ അകറ്റിയതിനെ അടുപ്പിക്കുന്ന ഒരാളുമില്ല. വലാ മുബാഇദ ലിമാ ഖറബ്ത, നീ അടുപ്പിച്ചതിനെ അകറ്റുന്നതുമായിട്ട് യാതൊരാളുമില്ല. വഅഊദു ബിക മിൻ ശർരി മാ അതൈതന വശർരി മാ മനഅത മിന്ന, നീ ഞങ്ങൾക്ക് നൽകിയതിലെ തിന്മയിൽ നിന്നും നീ ഞങ്ങൾക്ക് തടഞ്ഞതിലെ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു, രക്ഷ ചോദിക്കുന്നു. നൽകിയതിലും തിന്മ ഉണ്ടാവും, തടഞ്ഞതിലും തിന്മ ഉണ്ടാവും അല്ലെ. അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. അതുപോലെ വേറൊരു ഹദീസ് പറയുന്നത്, പിന്നെ അബൂ മാലിക് അൽ അസ്ജഈ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്നും നിവേദനം ചെയ്യുന്നതാണ്. നിശ്ചയം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അയാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, എന്റെ റബ്ബിനോട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ചോദിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅഫിനി വർസുഖ്നി, ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അയാളോട് പറയാണ്, ഈ 4 കാര്യങ്ങൾ, അതായത് തള്ളവിരൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള 4 വിരലുകൾ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, കാരണം ഇവകൾ താങ്കൾക്ക് താങ്കളുടെ ഇഹവും പരവും ഒരുമിച്ച് നേടിത്തരും. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅഫിനി വർസുഖ്നി. നമ്മള് പിന്നെ എല്ലാ ദിവസവും നമസ്കാരത്തിൽ 2 സുജൂദുകൾക്കിടയിലുള്ള പ്രാർത്ഥനയിൽ ഇത് വരുന്നുണ്ട് അല്ലെ. റബ്ബി ഗ്ഫിർലി വർഹംനി, പിന്നെ അതിനിടയിൽ വേറെയും കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ട് എന്നുള്ളു. അവിടെ പിന്നെ 7 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇത് 4 കാര്യങ്ങളെ പറയുന്നുള്ളൂ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅഫിനി വർസുഖ്നി. എന്തായാലാണ് അല്ലാഹുമ്മ ഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണമേ, വർഹംനി, എന്നോട് കരുണ കാണിക്കണമേ, വഅഫിനി, എന്നോട് സൗഖ്യം നൽകണമേ, വർസുഖ്നി, എനിക്ക് നീ ഉപജീവനം നൽകണമേ. ഈ 4 കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇഹത്തിലും പരത്തിലും നമുക്ക് എന്താണ്, അത് നന്മകളാണ് നേടിത്തരും. അപ്പം അൽ ഖാബിൽ അൽ ബാസിത്ത്, ഈ 2 നാമങ്ങൾ എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം കുടുസാക്കുന്നവനും
നിഷേധിക്കുന്നവനും അതേ സമയം പിന്നെ താൻ ഉദ്ദേശിക്കുന്നവർക്ക് വിശാലമാക്കുകയും ചെയ്യുന്നവൻ ആണ് എന്ത്? അൽ ഖാബിദും അൽ ബാസിത്തുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖബള, ഖബള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു വെക്കാന്നാണ്. അതായത് തീരെ കൊടുക്കാതിരിക്കാനല്ല, കുറച്ച് കൊടുക്കും. അൽ ബാസിത്ത് എന്ന് പറയുമ്പോൾ ബസത്ത, വിശാലമാക്കി കൊടുക്കുക, ധാരാളമായിട്ട് നൽകുക, ആവശ്യത്തിൽ ഉപരിയായിട്ട് തരും. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് നാമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത നാമത്തിലേക്ക് പോകാം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇനി നമുക്ക് പറയാനുള്ളത് അൽ അവൽ അൽ ആഖിർ, ഈ രണ്ട് നാമങ്ങളാണ്. ഇമാം അൽ ഖത്താബി റഹ്മത്തുള്ളാഹി പറയുന്നു, എല്ലാ വസ്തുക്കളെയും മുൻകടന്നവനും സൃഷ്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ളവനുമാണ് അൽ അവൽ, ആദ്യം അല്ലെ. അവൻ ഉള്ളവനായിരുന്നു എന്നതും അവനോടൊപ്പമോ അവന് മുമ്പോ യാതൊന്നും ഇല്ലാതിരിക്കുക എന്നതും അവന് അഗ്രേസരത്വം അർഹമാക്കുന്നു. എന്ന് വെച്ചാല് അത് അള്ളാഹുവിന് മാത്രം ഇതുള്ളതാണ് അല്ലെ. അൽ അവലും അതുപോലെ അൽ ആഖിറും എന്നുള്ളതും വേറൊരാൾക്കും അതിൽ ഒരു തരത്തിലും നമുക്ക് ഒന്നും തന്നെ പറഞ്ഞു ഇതാക്കാൻ കഴിയില്ല. ഇമാം അൽ ബൈഹഖി റഹ്മത്തുള്ളാഹി പറയുന്നു, തന്റെ ഉണ്മയ്ക്ക് യാതൊരു തുടക്കവും ഇല്ലാത്തവനാരോ അവനാണ് അൽ അവൽ. സമയവും സ്ഥാനവും പരിഗണിച്ചാൽ അള്ളാഹു ആകുന്നു ഒന്നാമൻ. വലൈക്കും അസ്സലാം. സമയവും സ്ഥാനവും പരിഗണിച്ചാൽ അള്ളാഹു ആണ് ഒന്നാമൻ. അള്ളാഹുവിനെ മുൻകടന്നിട്ട് യാതൊന്നുമില്ല. അതുപോലെ തന്നെ സത്തയിലും വിശേഷണങ്ങളിലും എല്ലാം ഒന്നാമനാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അല്ലെ. അവന്റെ ഔവലിയത്തിനാൽ അവൻ എല്ലാറ്റിനെയും മുൻകടന്നിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ ഈ നാമങ്ങൾ വന്നിട്ടുണ്ട്. ഹുവൽ അവ്വൽ വൽ ആഖിർ അല്ലെ. നമ്മൾ സൂറത്തുൽ ഹദീദിലില്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹുവൽ അവ്വൽ വൽ ആഖിർ വൽ ളാഹിർ വൽ ബാത്തിൻ. അതുപോലെ ഇങ്ങനെ പ്രാർത്ഥനയിലൊക്കെ വരുന്നില്ലേ, അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈഉൻ വഅൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈഉൻ അല്ലേ. നമ്മൾ പഠിച്ചിട്ടില്ല പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു എല്ലാറ്റിന്റെയും അവസാനം, അതായത് ഈ ദുനിയാവിലെല്ലാം നശിക്കുമല്ലോ അല്ലെ. എല്ലാവരും മരിച്ച് മണ്ണോട് ചേരും, എല്ലാം നശിച്ച് ഒന്നും ഇല്ലാതായി തീരുന്ന ആ ഒരവസ്ഥ ഉണ്ട് അല്ലെ. ആ ഒരു ഇതിന് ശേഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്? ബാക്കിയാകും. അതാണെന്ത്? ആഖിർ എന്ന് പറയുന്നത്. ആഖിരിയത്ത്, അള്ളാഹുവിന്റെ ആഖിരിയത്ത്. തന്റെ ഉണ്മയ്ക്ക് എന്തില്ല? ഒരു അവസാനമില്ല അല്ലെ. ആദ്യവും അന്ത്യവും ഇല്ലാത്തവനെ, അങ്ങനെ പറയില്ലേ. തുടക്കവുമില്ല അവസാനവുമില്ല അല്ലെ. എല്ലാ വസ്തുക്കളുടെയും ശേഷം ശേഷിക്കുന്ന ബാക്കിയാകുന്നവനാണ് ആര്? അൽ ആഖിറായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നേരത്തെ നമ്മള് അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ശൈഉൻ പറഞ്ഞതുപോലെ തന്നെ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ അല്ലെ. അള്ളാഹു അവനാണെന്ത്? അൽ ആഖിർ, നിനക്ക് ശേഷം എന്തില്ല? യാതൊന്നുമില്ല. ശരിക്കും പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു ദാത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? എന്നെന്നും നിലനിൽക്കുകയും ശേഷിക്കുകയും ചെയ്യുക എന്ന്. മരിക്കലും നശിക്കലും ആരുടെ പ്രത്യേകതയാണ്? അത് അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ എപ്പോഴും എന്താകും? ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഒന്ന് നശിക്കും അല്ലെ, മരിക്കും നശിക്കും. പിന്നെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, പിന്നെ കാരുണ്യത്തിന്റെയും നീതിയുടെയും തേട്ടത്താൽ ബാക്കിയാകുന്ന ചില അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? അത് സ്വർഗം, നരകം, സ്വർഗവാസികൾ, നരകവാസികൾ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഒരു ഇത് വായിക്കാം. ആഖിരിയത്ത്, അതായത് ലാസ്റ്റ്, അവസാനമായി നിലനിൽക്കുക എന്നുള്ളത് പിന്നെ അള്ളാഹുവിന്റെ വിശേഷണമാണെന്ന് നാം അറിയൽ അനിവാര്യമാണ്. അത് നമ്മൾ എന്തായാലും അറിയണം എന്നാ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അത്രേ തനിക്കു ശേഷം യാതൊന്നുമില്ലാത്ത അൽ ആഖിറായിട്ടുള്ളത്. സ്വർഗവാസികൾ സ്വർഗത്തിലും നരകവാസികൾ നരകത്തിലും എന്നേക്കുമായി ശാശ്വതവാസികളായിക്കൊണ്ട് പിന്നെ പ്രവേശിപ്പിക്കപ്പെടുമല്ലോ അല്ലെ.
അൽ ബഖാ, ശേഷിക്കൽ കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കണം എന്നതിനോടും തനിക്ക് ശേഷം യാതൊന്നുമില്ലാത്ത അൽ ആഖിറാണ് അള്ളാഹു എന്നതിനോ അത് എതിരാവുകയില്ല. അതായത് ഇപ്പം ഖാലിദീന ഫീഹ പറയുന്നുണ്ടല്ലോ അല്ലെ, സ്വർഗവാസികൾ സ്വർഗത്തിലും നരകവാസികൾ നരകത്തിലും. അത് പിന്നെ ലാസ്റ്റ് ഈ ദുനിയാവിന്റെ നാശത്തിന്റെ സമയത്ത് എല്ലാം നശിച്ച് ഒന്നും ബാക്കിയാവാണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ബാക്കിയാകുന്നുണ്ട് അല്ലെ. അതിനുശേഷം വീണ്ടും എന്താക്കുന്നതാണ്, എല്ലാരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് പിന്നീട് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പം ഈ ഒരു ബാക്കിയാകൽ എന്നുള്ളത്, അതായത് സ്വർഗത്തിലെ സ്വർഗവാസികളും നരകത്തിലെ നരകവാസികളും ബാക്കിയാകുന്നതിനെ ഒരിക്കലും അള്ളാഹുവിന്റെ ആഖിറുമായിട്ട് അതിനെന്താക്കാൻ പാടില്ല, കണക്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. അത് രണ്ടും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ വിശേഷണത്തോടൊപ്പം ശേഷിക്കുന്ന ഇടയിലും പ്രസ്തുത വിശേഷണങ്ങൾ സൃഷ്ടിച്ചത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുന്ന വെച്ചാല്, പിന്നെ അള്ളാഹു ബാക്കിയാകുന്നത് കൊണ്ടാണ് സ്വർഗം ബാക്കിയാകുന്നത്. അള്ളാഹു അത് അവിടെ നിലനിർത്തുന്നതാണ് അല്ലെ, പൂർണ്ണമായും ഇല്ലാതാക്കാതെ അതിനെ ബാക്കിയാകുന്നത് കൊണ്ടാണ് എന്താകുന്നത്, അതവിടെ ബാക്കിയാകുന്നത്. സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അല്ലെ. അള്ളാഹു അതിനെ സൃഷ്ടിച്ച് പിന്നെ അള്ളാഹിന്റെ കൽപ്പനയാൽ ഉണ്ടായതാണെന്ത്, സ്വർഗം. അത് അള്ളാഹുവിന്റെ തീരുമാനത്തിനും വിധിക്കും വിധേയപ്പെട്ട് നിൽക്കുന്നതുമാണ്. നരകവും അതേപോലെ തന്നെ. ഇതിന്റെ എല്ലാം വിധികർത്താവ് തീരുമാനിക്കുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അപ്പം അതും ഇതും തമ്മിൽ കൂട്ടിക്കലർത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. പിന്നെ അതൊക്കെ അള്ളാഹുവിന്റെ മശീഅത്തില് കീഴ്പ്പെട്ടുകൊണ്ട് മാത്രമാണ് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്, അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം അല്ലെ. സ്വർഗവാസികൾക്ക് പിന്നെ ഓരോ അനുഗ്രഹങ്ങൾ തീരുമ്പോൾ അടുത്ത അനുഗ്രഹങ്ങളായിട്ട് അള്ളാഹു തആല എന്താക്കും, ഇങ്ങനെ പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ തിരിച്ചും നരകവാസികളുടെ അവസ്ഥയും പറയുമ്പോൾ അതുപോലെ തന്നെ ശിക്ഷകൾ ഇങ്ങനെ കണ്ടിന്യൂസ് തുടർന്നു കൊണ്ടേയിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളെല്ലാരെയും അല്ലെ, സ്വർഗം പറയുമ്പോൾ അള്ളാഹു നമുക്ക് അവന്റെ ആ അനുഗ്രഹീതമായ സ്വർഗത്തോപ്പില് വിശിഷ്ടമായ സുഖാനുഗ്രഹങ്ങളെ ഒന്നിന്റെ പിറകെ ഒന്നായി ഓരോ പുതുമകളോടെ കൂടി നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നരകത്തിന്റെ ഒരു തീ, പുക, ചൂട് ഒന്നും തട്ടാതെ നമുക്ക് അള്ളാഹു ഒരു സംരക്ഷണം തന്നെ അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും അതിനെ സ്പർശിക്കാതെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമുക്ക് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാകണം അല്ലെ. അൽ അവ്വലായ അൽ ആഖിറായ അള്ളാഹുവിനെ നമ്മൾ അറിയണം. അത് നമ്മളെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ അൽ ഖാബിലും അൽ ബാസിത്തും അതും എല്ലാം നമ്മളെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം അതൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്താൽ മാത്രമേ നമ്മൾ എന്താകുന്നുള്ളൂ, യഥാർത്ഥ വിശ്വാസിയായി നമ്മൾ മാറുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ഈ വിഷയത്തിൽ എന്തുണ്ടാകാൻ പാടില്ല, ഒരു തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ ഈ പിന്നെ ഇതിലൊക്കെ നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പം ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യണം, നമുക്കൊന്നും അങ്ങനെ പിന്നെ ഒരു പതർച്ചയൊന്നും നമുക്ക് സംഭവിക്കൂല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. ചില ആൾക്കാർ അങ്ങനെ വിചാരിക്കൂലേ. പക്ഷെ നമ്മളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഹിദായത്ത് നിർത്തി കിട്ടാന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യം. അതിലെങ്ങാനും നമുക്ക് എന്തെങ്കിലും വീഴ്ച വന്നാലുണ്ടല്ലോ, പിന്നെ എന്താ സംഭവിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. തെറ്റിപ്പോകും, പലരും തെറ്റിപ്പോകുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് പിന്നെ മുസ്ലിം സമൂഹത്തിന് നേരിട്ടുകൊണ്ട് വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയാ, ഈ ഒരു നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യനിഷേധത്തിലേക്കും യുക്തിവാദത്തിലേക്കും ഒക്കെ പിന്നെ നമ്മളാകട്ടെ, നമ്മളെ മക്കളാകട്ടെ, കുടുംബത്തിലുള്ള ആരെങ്കിലും ആകട്ടെ, ആരും തന്നെ അത്തരത്തിലുള്ള ഒരു തെറ്റായ പാതയിലേക്ക് പോകുന്നതിൽ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ നേരിന്റെ പാതയിൽ
അടിയുറച്ച് നിന്നുകൊണ്ട് യഥാർത്ഥ മുവഹ്ഹിദുകളായി, മുത്തഖീങ്ങളായി, മുസ്ലിമീങ്ങളായി, മുഹ്സിനീങ്ങളായി ജീവിച്ചു മരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. എപ്പോഴും നമ്മൾ പ്രാർത്ഥന മുറുകെ പിടിക്കുക. ഹിദായത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും നമസ്കാരത്തിൽ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചോദ്യം നമുക്ക് ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ കഴിയട്ടെ. റഹ്മാനായ റബ്ബ് നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അടുത്ത നാമം കൂടി പറയാം അല്ലേ? കാരണം അൽ അവ്വലു വൽ ആഖിറു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നമുക്ക് പറയാതിരിക്കാൻ കഴിയാത്ത ഒരു നാമമാണ് എന്ത്? അൽ ളാഹിറും അൽ ബാത്തിനും. അപ്പൊ അതും കൂടി പറയാം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൽ ളാഹിർ അൽ ബാത്തിൻ. ഇപ്പൊ ഇരട്ടകളായിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെ ഓരോ നാമങ്ങളും. അതായത് ഇതെല്ലാം ഇതിന്റെ കൂടെ കൂടെ ഉണ്ടാവുന്നതാണ്. നമ്മൾ ഒന്ന് മാത്രം ഇത് പറഞ്ഞാല് ആവൂല. അൽ അവ്വല് മാത്രം പറയണം അല്ലെ? അവ്വലും പറയണം, ആഖിറും പറയണം. അൽ ഖാബില് മാത്രം പറയണം. ഖാബിലും ആണ്, അൽ ബാസിത്തും ആണ്. അതുപോലെ തന്നെ അൽ ളാഹിറും ആണ്, അൽ ബാത്തിനാണ്. എന്താ നമുക്ക് നോക്കാം. അൽ ളാഹിർ എന്ന നാമത്തിന്റെ അർത്ഥം പറയുന്നത് അത്യുന്നതനും മുഴുവൻ പടപ്പുകൾക്കും മേലെയായവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് അൽ ളാഹിർ. ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി പറയുന്നു, താൻ ഒഴികെയുള്ള മുഴുവൻ പടപ്പുകൾക്കും മീതെ പ്രത്യക്ഷമായവനും മുഴുവൻ വസ്തുക്കൾക്കും മുകളിൽ ആയവനുമാണ് അൽ ളാഹിർ. അതിന് മീതിയായിട്ട് ഒന്നുമില്ല. ഇത് നമ്മൾ അൽ അവ്വല് പറയുമ്പോൾ അത് ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു മറ്റൊരു വിശേഷണം അല്ലെ? അതായത് എല്ലാ പടപ്പുകൾക്കും മീതെ പ്രത്യക്ഷമായവൻ, എല്ലാ വസ്തുക്കളുടെ മീതെ ആയിട്ടുള്ളത് അവരാണ് ആര്? അല്ലാഹിറായ അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുപ്പം, അതുപോലെ വലയം ചെയ്യല്, പടപ്പുകളിൽ നിന്നുള്ള ആ ഒരു മറഞ്ഞിരിക്കല്, ഈ ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അൽ ബാത്തിൻ എന്ന നാമ ഇതാക്കുന്ന പറയുന്നത്. അതായത് അള്ളാഹു നമ്മളെ വലയം ചെയ്യുന്നു പറയുന്നുണ്ടല്ലോ. അള്ളാഹു പിന്നെ വലയം ചെയ്യുന്നു പറയുന്നത് നമുക്കത് കാണാനോ നമുക്ക് അറിയാനോ പറ്റുന്നില്ല അല്ലെ? അതുപോലെ നമ്മളിൽ നിന്ന് അള്ളാഹു തആല എന്താക്കുന്നുണ്ട്? മറിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് അറിയൂല അല്ലെ? അതായത് നമ്മളെ ഏറ്റവും അടുത്ത് അറിയുന്നവനാണ് ആര്? നമ്മളെ റബ്ബ്. എല്ലാ നിലക്കും നമ്മളെ റബ്ബ് നമ്മളെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്താകുന്നില്ല? അത് നമ്മൾ അറിയുന്നില്ല അല്ലെ? അതാണെന്ത്? അൽ ബാത്തിനായ അള്ളാഹുവിന്റെ നാമം അതിന് അർത്ഥം കുറിക്കുന്നത്. ഇമാം അൽ ഖത്താബി റഹ്മത്തുള്ളാഹി പറയുന്നു, തന്റെ അജേയമായ തെളിവുകൾ കൊണ്ടും പ്രശോഭിതമായ പ്രമാണങ്ങൾ കൊണ്ടും അതിജയിച്ചു നിൽക്കുന്നവനാണ് അല്ലാഹിർ. തന്റെ റുബൂബിയത്തിന്റെ സ്ഥിരതയെയും തന്റെ ഏകത്വം യാഥാർത്ഥ്യമാണെന്നതിനെയും അറിയിക്കുന്ന അടയാളങ്ങളുടെ സാക്ഷ്യങ്ങൾ കൊണ്ടും അതിജയിച്ചു നിൽക്കുന്നവനാണ് അല്ലാഹിർ. തെളിവുകൾ കൊണ്ടും പ്രശോഭിതമായ പ്രമാണങ്ങൾ കൊണ്ടും അതിജയിച്ചു നിൽക്കുന്നവൻ. എല്ലാ നിലക്കും എല്ലാ തെളിവുകളും എന്താണ്? അനുകൂലമാണ് അല്ലെ? പിന്നെ പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തും അല്ലെ? എല്ലാം കൊണ്ടും പിന്നെ തന്റെ ഖുദ്റത്ത് കൊണ്ട് എല്ലാ വസ്തുക്കളുടെയും മീതിയായവൻ എന്നുള്ള അർത്ഥവും അല്ലാഹിർ എന്നുള്ള വാക്കിന് അർത്ഥമുണ്ട് എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ അൽ-ളുഹൂർ എന്നുള്ളത് ഉലുവ്, അതായത് ഉന്നതി എന്ന അർത്ഥത്തിലും പിന്നെ അതിജയിക്കൽ എന്ന അർത്ഥത്തിലും പറയുന്നുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാത്തിനും മീതെയായിട്ടുള്ളവൻ തന്നെ അൽ-ളാഹിറായ അല്ലാഹു സുബ്ഹാനഹു വതആല. അതുപോലെ ബാത്തിന് പറയുമ്പോൾ അവിടെയും വരുന്നത് എന്താണ്? ഒരു വസ്തുവിനോടും അവനോളം അടുത്തതായിട്ട് യാതൊന്നും ഇല്ല അല്ലെ? അല്ലാഹു തആല സൃഷ്ടികളോട് എത്രത്തോളം അടുത്തവനാന്നാ പറഞ്ഞിട്ടുള്ളത്? വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അങ്ങനെ പറഞ്ഞത് റബ്ബ് അല്ലെ? തന്റെ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്തവനാണ് ആര്? അല്ലാഹു സുബ്ഹാനല്ലാഹ്. അത്രയും അല്ലെ നമ്മളോട് റബ്ബ് അത്രമാത്രം നമുക്ക് അടുത്തവനാണ് ആര്? അല്ലാഹു. എല്ലാ വസ്തുക്കളെ കുറിച്ചും അറിവുള്ളവനാണ് അൽ ബാത്തിനായ അല്ലാഹു സുബ്ഹാനഹു വതആല. സൃഷ്ടികളിൽ നിന്ന് അവൻ എന്താണ്? മറിഞ്ഞിരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അൽ ബാത്തിന് പറയുന്നത്. ലാഹിർ പ്രകടമായവനാണെങ്കിൽ അൽ ബാത്തിന് പറയുമ്പോ എന്താണ്?
മറഞ്ഞിരിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ സൂറത്തുൽ ഹദീദിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ, വൽ അവ്വലു വൽ ആഖിറു വൽ വൽ ബാത്തിൻ. അതുപോലെ ആ പ്രാർത്ഥനയിൽ തന്നെ ഇതും വരുന്നുണ്ട് അല്ലെ, വ അൻത ളാഹിറു ഫലൈസ ഫൗഖക ശൈഉൻ വ അൻതൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഉൻ എന്നുള്ള ആ ദുആ നമ്മൾ പറഞ്ഞതാണല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ അത് ഗ്രൂപ്പിൽ ഇടാം. പിന്നെ അപ്പൊ അള്ളാഹു അവന് മീതെ അല്ലെ, ലാഹിറായ അള്ളാഹുവിന് മീതെ ഒന്നുമില്ല. അതുപോലെ തന്നെ വൽ ബാത്തിനായ അള്ളാഹു അല്ലെ, നിന്നെക്കാളും അടുത്തതായിട്ട് യാതൊന്നുമില്ല. നോക്കുന്നവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ മറ എന്ന് പറയുന്നത് പ്രകാശമാണ് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഹിജാബുഹു അന്നൂർ, അള്ളാഹുവിന്റെ ഹിജാബ് മറ എന്ന് പറയുന്നത് അത് പ്രകാശമാകുന്നു. ലൗ കശഫഹു ലഅഹറഖത് സുബഹാതു വജ്ഹിഹി, എന്താ പറയുന്നറിയോ? ആ മറയെങ്ങാനും അവൻ നീക്കിയാൽ അവന്റെ ദൃഷ്ടി ചെന്നെത്തും വരെയുള്ള പടപ്പുകളെ അവന്റെ മുഖത്തിന്റെ പ്രകാശം കരിച്ചു കളയും. അപ്പോ അത്രയും സ്ട്രോങ് ആയ ഇതാണ് അല്ലെ, നൂറാണ്. അത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കൂല. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ചിട്ട് പിന്നെ സൂറത്തു ത്വാഹയിൽ അള്ളാഹു തആല പറയുന്നുണ്ടല്ലേ, അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അള്ളാഹു എന്താണ്? സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന, ആസനസ്ഥനായിട്ടുണ്ട്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വമാ ബൈനഹുമാ വമാ തഹ്ത സറാ. അവനാണ് എന്തുള്ളത്? ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും എല്ലാം, വമാ ബൈനഹുമ അവയ്ക്കിടയിലുള്ളതും എല്ലാം, വമാ തഹ്ത സറ മണ്ണിന്റെ അടിയിലുള്ളതും എല്ലാം ആരുടേതാണ്? അള്ളാഹുവിൻ്റെത്. വ ഇൻ തജ്ഹർ ബിൽ ഖൗൽ, നീ എങ്ങാനും നിന്റെ വാക്ക് നീ ഒച്ചത്തിലാക്കിയാലും രഹസ്യമാക്കിയാലും ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫാ, അവൻ രഹസ്യമായതും പരസ്യമാക്കിയതും എല്ലാം ആരറിയുന്നുണ്ട്? അവന് അറിയും. അവനറിയാത്തതായിട്ട് ഒന്നും ഇല്ല അല്ലെ. രഹസ്യമായതും അതീവ നിഗൂഢമാക്കി വെച്ചതായാലും എന്ത് തന്നെ ആയാലും എല്ലാം ആരറിയും? അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയും. റബ്ബ് അറിയാത്തതായിട്ട് ഒന്നും ഉണ്ടാവൂല, ഒരു കാര്യം ഉണ്ടാവൂല. ഇത് നമ്മളെ വിശ്വാസത്തിന്റെ അങ്ങേ തലക്ക് നമ്മൾ എത്തേണ്ട ഒരു വലിയ, അതാണ് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ ഒരാള് ശരിക്കും അള്ളാഹുവിന്റെ ഈ 4 വിശേഷണങ്ങൾ ശരിയായ രൂപത്തിൽ ഒരാൾ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലേ അവനത് മാത്രം മതി എന്നാ പറയുന്നത്. വെച്ചാല് അത്ര മതി. ശരിക്കും നമ്മളത് ഉൾക്കൊള്ളണം കേട്ടോ. നമ്മളിങ്ങനെ കേട്ട് പറഞ്ഞു പോയാൽ പോരാ. നമ്മൾ ഈ പറയുമ്പോൾ അത്രമാത്രം റബ്ബ് നമ്മളെ സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്നുള്ള നിലക്ക് തന്നെ നമുക്ക് ജീവിക്കാൻ കഴിയണം. നമ്മളെ ഹൃദയങ്ങളിലേക്ക് അതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകണം. എല്ലാം റബ്ബ് അറിയും, ഒന്നും അവനറിയാത്തതായിട്ട് ഒന്നുമില്ല അല്ലെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അവനാണ് എന്തുള്ളത്? അൽ അസ്മാഉൽ ഹുസ്ന, ഉത്കൃഷ്ട നാമങ്ങൾ, ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ അള്ളാഹുവിൻ്റെതാകുന്നു. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഈ അൽ അവൽ, അൽ ആഖിർ, അൽ ളാഹിർ, അൽ ബാത്തിൻ, ഈ തിരുനാമങ്ങൾ എല്ലാം റബ്ബിന്റെ പരിപൂർണതയാണ് ഇവിടെ കുറിക്കുന്നത് എന്നാ പറയുന്നത്. മൂന്നേകാല്. ആയിഷ സ്കൂൾ വിട്ട് വന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പിന്നെ എല്ലാ നിലക്കുമുള്ള അവൻ്റെ അറിവിൻ്റെ
ആ വിശാലതയെ നമുക്ക് ഇത് അറിയിച്ചു തരുന്നത് അല്ലെ. എല്ലാം റബ്ബ് എന്താണ് ഈ കാര്യങ്ങളെല്ലാം വലയം ചെയ്തിട്ടുള്ളത്, അതിനെ യോജിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും അല്ലെ. സുബ്ഹാനല്ലാഹ്. ഏറ്റവും എൻഡ് എന്ന് പറയാനില്ല അല്ലെ. എന്ത് തന്നെ ആയാലും എല്ലാ കാര്യങ്ങളും റഹ്മാനായ റബ്ബിന്റെ അവന്റെ ഉന്നതി, മഹത്വം, സാമീപ്യം, അടുപ്പം ഇതെല്ലാം നമ്മളെ അറിയിക്കുകയും ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിശേഷണം നമ്മൾ ഓരോരുത്തരും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലെ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പിന്നെ ഈ ദുആ ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മളത് അന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിനി. എന്നിട്ട് കുറെ ആൾക്കാർ സൂറത്തുൽ ഹദീദ് എടുക്കുന്ന സമയത്ത് ഞാൻ ഈ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിനി. മാഷാ അല്ലാഹ് എപ്പോഴും ഗ്രൂപ്പിൽ ഇടലുണ്ട്. പിന്നെ അതൊക്കെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാ വിചാരിക്കുന്നു. എന്നാലും ഒരു തവണ ഒരു വട്ടം ഒന്നും കൂടി ഇവിടെ വീണ്ടും പറയാട്ടോ. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുആ ചൊല്ലാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വ റബ്ബൽ അർളി വ റബ്ബൽ അർശിൽ അസീം റബ്ബന വ റബ്ബ കുല്ലി ഷൈഇൻ ഖാലിഖുൽ ഹബ്ബി വൻ നവാ വ മുൻസിൽ തൗറാത്ത് വൽ ഇൻജീൽ വൽ ഫുർഖാൻ അഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ അൻത ആഖിദുൻ ബിനാസിയതിഹി അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ഷൈഉൻ വ അൻത ളാഹിറു ഫലൈസ ഫൗഖക ഷൈഉൻ വ അൻതൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈഉൻ വഖദി അന്ന അദ്ദൈന വ അഗ്നിനാ മിനൽ ഫഖർ. ഈ ദുആ നമ്മളന്ന് വിശദമായിട്ട് പറഞ്ഞു. കേൾക്കുന്നില്ലേ? സൗണ്ട് കുറവാ? കേൾക്കുന്നുണ്ട്. ഉമൈമത്ത, നിങ്ങളൊന്ന് ഫോണ് ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്തോ. അപ്പൊ ശരിയാവും. ചിലപ്പോ ഇങ്ങനെ കോളൊക്കെ വന്നു കഴിഞ്ഞാല് സൗണ്ട് കുറയും. അതാണ്. ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. കേൾക്കാണ്ടാവുന്നുണ്ട്. റേഞ്ചിന്റെ പ്രശ്നം. അത് ശരി. ഈ ദുആ എന്തായാലും നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തന്നതാണ്. ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നുണ്ട്. നല്ലപോലെ പിന്നെ എപ്പോഴും ഗ്രൂപ്പിൽ ഇടലും ഉണ്ട് എല്ലാ ദിവസവും. അപ്പൊ അത് എല്ലാവരും നോക്കിയിട്ടെങ്കിലും ചൊല്ലാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഇപ്പൊ നമ്മള് കുറെ നാമങ്ങൾ ഒരുമിച്ച് പറഞ്ഞല്ലേ. അതായത് ഇതൊക്കെ നമ്മള് നേരത്തെ മറ്റേ സൂറത്തുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ പറഞ്ഞത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്. പിന്നെ മനസ്സിലാക്കാട്ടോ, എല്ലാരും മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മളെ കർമ്മങ്ങളിൽ, നമ്മളെ പ്രവർത്തനങ്ങളിൽ, നമ്മളെ വാക്കുകളിൽ എല്ലാത്തിലും എന്തുണ്ടാകണം? നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇന്ന് 2 2 4 2 6 നാമങ്ങളായി. ഇത്രയും മതിയും തോന്നുന്നുണ്ട് അല്ലെ. ഇനി അടുത്ത നാമം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പറയാം. റഹ്മാനായ റബ്ബിന്റെ നാമങ്ങൾ ഏകദേശം നമുക്ക് തീരാറായി. അള്ളാഹു ഏറ്റവും നല്ല ഒരു തൗഫീഖാണ് അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്നത്. മുഴുവനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാം ഒക്കെ വെക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ റബ്ബിനെ നമുക്ക് അടുത്തറിയാനും മനസ്സിലാക്കാനും റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും അതിലൂടെ അവന്റെ ഇഷ്ടദാസന്മാരായി തീരാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. വിസ്മരിക്കപ്പെടുന്ന സുന്നത്തുകളിൽ 4-മത്തേതാണ് നമ്മൾ പറയുന്നത്. ഹദീസാണ്. ഏതൊരു മനുഷ്യൻ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തൽക്കാലം അഡ്ജസ്റ്റ് വെച്ച് കേട്ടോ. ഏതൊരു മനുഷ്യൻ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ശുദ്ധി വരുത്തി 2 റക്അത്ത് നമസ്കരിച്ച് ഇസ്തിഗ്ഫാർ നടത്തുന്നുവോ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. നമ്മള് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാല് അത് നമ്മൾ വുളൂ ചെയ്തിട്ട് 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് പാപമോചനം തേടിയാല് അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. തീർച്ചയായും സൽക്കർമ്മങ്ങൾ എന്താണ്? ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയും അല്ലെ. ഇന്നൽ ഹസനത്ത
യുദ്ഹിബിന സയ്യിആത്ത്. നന്മ ചെയ്യുമ്പോൾ തിന്മകൾ എന്താകും? അത് പോകും, അത് നീങ്ങിപ്പോകും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തെറ്റ് വന്നു പോയാല് അതിൽ ഉറച്ചു നിൽക്കാനോ ശടിച്ചു നിൽക്കാനോ പോവണ്ട. നമ്മൾ എന്ത് ചെയ്യാ? അതിൽ നിന്ന് മാറി നിൽക്കുക, വിട്ടു നിൽക്കുക, അതിനെ പൂർണ്ണമായി ഒഴിവാക്കുക. അത് മാത്രമല്ല, അതിന് പകരമായി ഒരുപാട് നന്മകൾ ചെയ്യാം. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, അല്ലെ? നീ എവിടെ ആയിരുന്നാലും റബ്ബിനെ സൂക്ഷിക്കുക. തിന്മകൾ വന്നു പോയാൽ അതിനോട് നന്മകൾ തുടർത്തുക. എന്തെങ്കിലും തിന്മകൾ വന്നാൽ നമുക്ക് അതിന്റെ കൂടെ ഒരുപാട് നന്മകൾ തുടർന്ന് ചെയ്യുക. എങ്കിൽ ആ നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്. ജനങ്ങളോട് നല്ല സ്വഭാവത്തോടെ വർത്തിക്കുകയും ചെയ്യുക. മനുഷ്യരെല്ലാവരും, അല്ലെ, കുല്ലു ബനി ആദമ ഖത്താഉൻ എന്ന് പറഞ്ഞ, അല്ലെ? മനുഷ്യര് ബനി ആദം മക്കളെല്ലാം എന്താണ്? തെറ്റ് സംഭവിച്ചേക്കാവുന്നതാണ്. അപ്പോ തെറ്റ് സംഭവിച്ചവരിൽ ഉത്തമർ ആരാണ്? പാപമോചനം ചെയ്യുന്നവര്, പശ്ചാത്തപിക്കുന്നവര്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നവര്. അപ്പൊ അതുകൊണ്ട് നമ്മളിൽ എന്തെങ്കിലും തെറ്റ് വന്നു പോയാൽ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. പിന്നെ പറ്റുമെങ്കിൽ തൗബയുടെ നമസ്കാരം നിർവഹിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ സ്ഥിരപ്പെട്ട ഈ കാര്യം, അല്ലെ? നമുക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ വുളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. ഇത് നമ്മൾ വിട്ട് കളയാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളൊന്നും ചെയ്യാതെ തന്നെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വന്നുപോയ തെറ്റിൽ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് അമൽ സാലിഹാത്തുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് റഹ്മാനായ റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. صلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.